പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വചനം തിരുവചനത്തിൻ്റെ ഇന്നത്തെ ശുശ്രൂഷയിൽ ദൈവവചനം കേട്ടുകൊണ്ട് നമുക്ക് വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അധ്യായം 19 തിരുവചനങ്ങൾ 3 മുതൽ. ഫരിസേയർ അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളിച്ചേരുമെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ ഏറ്റവും അധികം ഒരുപക്ഷെ സാധാരണ സംഭാഷണങ്ങളിൽ നാം പറയാൻ ഇടയുള്ള ഒരു ദൈവവചനമാണ്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ആധുനിക കുടുംബ പശ്ചാത്തലങ്ങളിൽ കുടുംബങ്ങളുടെ ശിഥിലീകരണത്തിൻ്റെ ഒരുപക്ഷെ ഡിവോഴ്സുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ വചനം ഒരു തമാശയായി തോന്നുവാൻ ഇടയുണ്ട് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആധുനിക കുടുംബ പശ്ചാത്തലങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഒരു സീരിയൽ മോണോഗമി, അതായത് ഒരു ഭാര്യ ഒരു ഭർത്താവ് എന്നുള്ള ദാമ്പത്യ ബന്ധത്തിൻ്റെ സാധാരണ നിയമത്തെ പാലിച്ചുകൊണ്ട് തന്നെ അനേകം ഭാര്യമാരുള്ളവരും അനേകം ഭർത്താക്കന്മാരുള്ളവരുമായി മാറുന്ന ഒരു സീരിയൽ മോണോഗമിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് വ്യക്തികൾ ഒന്നിനു ശേഷം അടുത്തത് എന്ന രീതിയിൽ വിവാഹബന്ധത്തെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ആരും മനഃപൂർവ്വം വിവാഹബന്ധം വേർപെടാൻ വേണ്ടിയിട്ടല്ല വിവാഹത്തിൽ പ്രവേശിക്കുന്നത്. കാലാന്തരത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത്തരത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന വാദം. അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഈ വചനഭാഗത്ത് ഈശോ വളരെ വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ ദാമ്പത്യ ബന്ധത്തിൽ ഒരിക്കലും വിഭജിതരാകാൻ പാടില്ല. കാരണം സൃഷ്ടാവായ ദൈവം തൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ അത്തരത്തിൽ അതിനെ ക്രമപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ക്രിയേഷൻ എന്ന് പറയുന്ന, സൃഷ്ടി എന്ന് പറയുന്ന കാര്യത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ദാമ്പത്യ ബന്ധത്തിൻ്റെ അവിഭാജ്യത എന്നുള്ളത്. ഇൻഡിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തെ സഭ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വിവാഹ ബന്ധങ്ങൾ വിഭജിക്കപ്പെടാൻ പാടില്ലാത്തതാണ് എന്ന് സഭ അതിൻ്റെ പ്രബോധനങ്ങളിലൂടെ നിരന്തരം ദാമ്പത്യ ബന്ധത്തിൽ കഴിയുന്നവരെ, കുടുംബജീവിതം നയിക്കുന്നവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്ന പ്രവണത അതിന് വിപരീതമാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ നാളുകളിൽ ഒരു വലിയ പാൻഡമിക്, വലിയൊരു പകർച്ചവ്യാധി നമ്മളെ ബാധിച്ച സമയത്ത് നമ്മൾ കൊറോണ എന്ന് പറയുന്ന, COVID-19 എന്ന് പറയുന്ന ആ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ സമയത്ത് നമുക്ക് നൽകപ്പെട്ട കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ, അതാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിൽ നമ്മൾ ഈ വചനത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. 4 റെസ്ട്രിക്ഷൻസ്, 4 കാര്യങ്ങൾ സമൂഹത്തിൽ പാലിക്കപ്പെടാൻ വേണ്ടി നൽകി. പകർച്ചവ്യാധി അവസാനിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത കുറഞ്ഞു, സമൂഹം സ്വതന്ത്രമായി. പക്ഷേ ആ 4 റെസ്ട്രിക്ഷൻസും ഒരു പരിധിവരെ ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധങ്ങളിലേക്ക് കടന്നുകൂടിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു രസകരമായ അവസ്ഥാവിശേഷം നമ്മുടെ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. എന്തൊക്കെയായിരുന്നു ആ 4 റെസ്ട്രിക്ഷനുകൾ, നിയന്ത്രണങ്ങൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒന്നാമതായിട്ട് നമ്മളോട് പറഞ്ഞു,
സാമൂഹിക അകലം പാലിക്കണം. അതായത് രോഗികളായിട്ടുള്ള വ്യക്തികളിൽ നിന്നും അകന്നു നിൽക്കുവാൻ വേണ്ടിയിട്ട്, പരസ്പരം ഇടപെടുന്ന ഇടങ്ങളിൽ അകലം പാലിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകണം. സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് രോഗത്തെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് സമൂഹം നമ്മളെ പഠിപ്പിച്ചു. ആരോഗ്യ മേഖല നമ്മളെ മനസ്സിലാക്കി തന്നു. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു. ഒരുപക്ഷെ അതിനു മുമ്പ് ഈ മാസ്ക് ഉപയോഗിക്കുന്ന രീതി വളരെ പ്രബലമായിരുന്നില്ലെങ്കിൽ ഇന്ന് നമ്മുടെ ഇടയിൽ അത് ഒരു സ്വാഭാവിക കാര്യമായി, ഒരു സാധാരണ കാര്യമായി മാറിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അപ്പോൾ മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ രോഗത്തെ പ്രതിരോധിക്കുവാൻ സാധിക്കും എന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആരോഗ്യ മേഖലയിൽ അതിന് കർശനമായ ശിക്ഷാ നടപടികൾ, നിയമപരമായ നടപടികൾ പോലും സ്വീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. മൂന്നാമതായിട്ടുള്ള കാര്യം നമ്മൾ വ്യക്തിപരമായ ശുചിത്വമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞത് സാനിറ്റൈസ് ചെയ്യുക, അല്ലെങ്കിൽ കൈ കഴുകുക എന്നുള്ളതായിരുന്നു. കൈ കഴുകി വൃത്തിയായി കൈകൾ സൂക്ഷിക്കണം, രോഗം പടരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് കൊറോണ കാലഘട്ടത്തിൽ, COVID-19 കാലഘട്ടത്തിൽ നമ്മളോട് പറഞ്ഞു. നാലാമതായിട്ട് ജനം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ച ഒന്നായിരുന്നു യാത്രകൾ മുടക്കം നേരിട്ട ഒരു കാലഘട്ടം. റെസ്ട്രിക്ഷൻസ് വന്നത് യാത്രകൾക്കായിരുന്നു. ഒരുപാട് യാത്ര ചെയ്യാൻ പാടില്ല, എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്ന് അധികാരികളെ ബോധ്യപ്പെടുത്തണം എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മളായിരുന്നത്. അപ്പോൾ COVID-19 നമുക്ക് പകർന്നു നൽകിയ 4 റെസ്ട്രിക്ഷൻസ്, 4 കാര്യങ്ങൾ, അത് എനിക്ക് തോന്നുന്നു ദാമ്പത്യ ബന്ധങ്ങളിലേക്ക് ശക്തമായി കടന്നു വന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ ഈ കാര്യങ്ങൾ ആപേക്ഷികമാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും അത് വളരെ പ്രബലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒന്നാമതായിട്ട് അകലം പാലിക്കുക എന്നുള്ളതാണ്. ദാമ്പത്യ ബന്ധത്തിൽ അകലം പാലിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്ന് നമ്മൾ ഇന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഞാനീ പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കണം. ദാമ്പത്യ ബന്ധത്തിൻ്റെ ഉള്ളിൽ അകലം പാലിക്കുന്നു. അതായത് 2 വ്യക്തികൾ ജോലിയുടെ കാരണത്താൽ മൈഗ്രേറ്റ് ചെയ്ത് ഏതെങ്കിലും സ്ഥലത്ത് ഡിപ്പാർട്ട് ചെയ്ത് താമസിക്കേണ്ടി വരുന്നതിനെ കുറിച്ചല്ല ഞാനീ പറയുന്നത്. ജോലി സംബന്ധമായ മേഖലകളിൽ വ്യാപരിക്കേണ്ടി വരുമ്പോൾ പല ദാമ്പത്യ ബന്ധത്തിലുള്ളവരും അവരുടെ ജോലിയുടെ മേഖലയിൽ വിഭജിക്കപ്പെട്ട് കുടുംബങ്ങളായി മാറുന്നുണ്ട്. അത് ഫോഴ്സ്ഫുള്ളായിട്ട് സംഭവിക്കുന്നതാണ്. ഒരുപക്ഷെ ജോലിയുടെ പ്രത്യേകത കൊണ്ട് സംഭവിക്കുന്നതാണ്. ജോലിയിൽ നിലനിൽക്കണമെങ്കിൽ ആ സ്ഥലത്ത് പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സമ്പാദ്യം ഉണ്ടാകണമെങ്കിൽ, ജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു മൈഗ്രേഷൻ, ഒരു മാറ്റം, ഒരു സ്ഥലം മാറ്റം ഉണ്ടാവുന്നുണ്ട് ദാമ്പത്യ ബന്ധത്തിൽ. ഞാൻ അതിനെയല്ല ഇവിടെ വിവക്ഷിക്കുന്നത്, സൂചിപ്പിക്കുന്നത്. മറിച്ച് ദാമ്പത്യ ബന്ധത്തിൽ ഒരുമിച്ച് കഴിയുമ്പോൾ പോലും ഒരു അകലം പാലിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഇന്നത്തെ ഈ വായിച്ചു കേട്ട വചനഭാഗത്ത് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 19-ാമത്തെ അധ്യായം 4-5 വചനങ്ങൾ വ്യക്തമായി പറഞ്ഞ കാര്യം ഇതാണ്: നിങ്ങൾ ഒറ്റ ശരീരമായി തീരും. അവർ 2 അല്ല, ഒറ്റ ശരീരമായി തീരും. പ്രിയമുള്ളവരെ, 2 അല്ല, ഒറ്റ ശരീരമായി തീരണം. ഇത് തന്നെയാണ് മലാക്കിയുടെ പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുവചനത്തിലും പറയുന്നത്. മലാക്കിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുവചനത്തിലും പറയുകയാണ്, അവർ ഏക ശരീരമായി തീരാൻ വിളിക്കപ്പെട്ടവരാണ്. അതായത് കുടുംബജീവിതത്തിലേക്കുള്ള വിളി എന്ന് പറയുന്നത്, സൃഷ്ടാവായ ദൈവം നൽകിയിരിക്കുന്ന വിളി എന്ന് പറയുന്നത് ഏക ശരീരമായി തീരാനാണ്. അപ്പോൾ അതുകൊണ്ട് ഏക ശരീരമാവുക എന്നത് ദാമ്പത്യ ബന്ധത്തിൻ്റെ ഉള്ളിൽ അകലം പാലിച്ചുകൊണ്ട് സാധിക്കുന്ന കാര്യമല്ല എന്നുള്ള സത്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് പരസ്പരം സംസാരിക്കാതെയും പരസ്പരം ഇടപെടാതെയും പരസ്പരം ഒന്നാകാൻ സാധിക്കുകയില്ല. അതിന് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ ഒരു വാക്കുണ്ട്: ഗോ ബാക്ക് ടു ദ ഒറിജിനൽ നേക്കഡ്നെസ്. ഗോ ബാക്ക് ടു ദ ഒറിജിനൽ നേക്കഡ്നെസ്. ആദി മാതാപിതാക്കളുടെ നഗ്നതയിലേക്ക് തിരിച്ചു പോവുക. ഒരുപക്ഷെ ആദി മാതാപിതാക്കളുടെ നഗ്നത എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാനുള്ള സാധ്യത അത് പാപത്തിൻ്റെ പരിണതഫലമായി അവർക്ക് ബോധ്യം വന്ന ഒരവസ്ഥയാണല്ലോ എന്നാണ്. അല്ല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്: ശരീരത്തിൻ്റെ നഗ്നത എന്ന് പറയുന്നത്, ശരീരത്തിൻ്റെ നേക്കഡ്നെസ്, ഒറിജിനൽ നേക്കഡ്നെസ് എന്ന് പറയുന്നത് ശരീരം എന്ന മാധ്യമത്തിലൂടെ ഒരു സ്ത്രീക്കും പുരുഷനും ഒന്നാകാനുള്ള സാധ്യതയാണ് സൂചിപ്പിച്ചിരുന്നത്. അതായത്
അവരുടെ ഇടയിൽ അവർക്കൊന്നാകാനുള്ള മാധ്യമമായിരുന്നു അവരുടെ ശരീരം. ഒറിജിനൽ നേക്കഡ്നെസ്. അവരുടെ ശരീരത്തിൽ അവർക്ക് ഒളിച്ചു വയ്ക്കാൻ ഒന്നുമില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതായത് അവരുടെ ഇടയിൽ അവർക്ക് കൂട്ടായ്മയിലേക്ക് പോകാനുള്ള മാധ്യമമായി അവരുടെ ശരീരം മാറിയിരുന്നു. അപ്പോൾ ശരീരത്തിൻ്റെ മേഖലയിൽ അകലം പാലിക്കുക എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഒന്നാകലിനെ ധാരാളം ആയി തടസ്സപ്പെടുത്തുന്നുണ്ട്. ഒന്നാകലിനെ ധാരാളം മേഖലകളിൽ തടസ്സപ്പെടുത്തുന്നുണ്ട്. അതിലൊരുപക്ഷെ സ്പഷ്ടമായി നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ടാകാം. ശരീരത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിന് കൊടുത്ത തലക്കെട്ട് തന്നെ സ്നേഹത്തിൻ്റെ ആനന്ദമെന്നാണ്. ശരീരത്തിൻ്റെ മേഖലയിൽ ഒന്നാകുവാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവർ ഈ ആനന്ദത്തിലേക്ക് കടന്നു വരണം, ദാമ്പത്യത്തിൻ്റെ ആനന്ദത്തിലേക്ക് കടന്നു വരണം എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ദാമ്പത്യ ബന്ധത്തിൻ്റെ, കുടുംബജീവിതത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് ഒരു പരിധിവരെ അത് പരസ്പര സാമീപ്യം നൽകിക്കൊണ്ടുള്ളതാണ്. ശരീരത്തെ പരസ്പരം പങ്കുവയ്ക്കുന്നതിലൂടെ നേടിയെടുക്കുന്നതാണ്. ഈ മേഖലയിൽ വളരെ പിന്നോട്ട് പോകുന്ന ഒരു സംസ്കാരം, അതൊരു പക്ഷേ ജോലിയുടെ തിരക്കുകൾ കൊണ്ടാകാം, ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാകാം, ജീവിതത്തിൽ ചില തരത്തിലുള്ള ചിന്താ ശ്രേണികൾ അവരെ ബാധിക്കുന്നത് കൊണ്ടാകാം. അതായത് തങ്ങളുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ തങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ഭാഷ അന്യമായി കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള സാധ്യതകളെ ബോധപൂർവം നമ്മൾ എപ്രകാരം നേരിടുന്നു എന്നുള്ള ഒരു ചോദ്യം ഈ കാലഘട്ടത്തിൽ ചോദിക്കേണ്ടതുണ്ട്. ശരീരത്തിൻ്റെ അടുപ്പത്തെ അല്ലെങ്കിൽ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ കൈമാറ്റത്തെ തടസ്സപ്പെടുത്തുന്ന മേഖലകളെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും? അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ പ്രബോധനത്തിൽ സ്നേഹത്തിൻ്റെ ആനന്ദത്തിൽ പറയുകയാണ്, ആദ്യം അവൾക്ക് പ്രിയപ്പെട്ടവളായിരിക്കും, അതിനുശേഷം മക്കളുടെ അമ്മയായി മാറും, അതിനുശേഷം അവൾ ഒരു അപരിചിതയായി തീരും. ഭർത്താവിൻ്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെയാണ്. ഭാര്യയ്ക്ക് അവൻ പ്രിയപ്പെട്ടവനായി മാറുന്നു, പിന്നീട് മക്കളുടെ അപ്പനായി മാറുന്നു, പിന്നീട് ഒരു അപരിചിതനായി മാറുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ തന്നെയാണ് ഞാനിവിടെ പറയുക. അപ്പം അതായത് പരസ്പരം സ്നേഹിച്ച് ഒന്നായി മാറേണ്ട ഇടത്ത് അവർ പരസ്പരം ക്രമേണ അകന്നു പോകുന്നു. ആദ്യം പ്രിയപ്പെട്ടവനാണ്, പിന്നീട് മക്കളുടെ അപ്പനായി മാറുന്നു, പിന്നീട് അപരിചിതനെ പോലെ പെരുമാറുന്നു. ഇന്ന് പല കുടുംബങ്ങളുടെ അകത്തളങ്ങളിലും സംഭവിക്കുന്ന ദാരുണമായ ദാമ്പത്യ ശിഥിലീകരണ മേഖലകളെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തുറന്നു കാട്ടുന്നത്. ഇത് മാർപ്പാപ്പ ഈ വാക്കുകൾ എഴുതുമ്പോൾ അത് വെറുതെ ഇരുന്ന് മനസ്സിൽ ചിന്തിച്ചെഴുതിയതല്ല, കാലികമായ ഒരു പഠനം നടത്തിയിട്ട് അതിൻ്റെ അനന്തരഫലമായി ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ തൂലിക ചലിപ്പിച്ചതാണ്. പ്രിയപ്പെട്ടവരായി കൂടുതൽ പ്രിയപ്പെട്ടവരായി മാറുന്നതിന് പകരം അത് മക്കളുടെ അപ്പനായും അത് കുടുംബത്തിലെ ഒരു അപരിചിതനെ പോലെ കഴിയുന്ന അവസ്ഥയിലേക്ക് മാറുന്ന അവസ്ഥ ധാരാളമുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അകലം പാലിക്കുന്ന കുടുംബ സാഹചര്യങ്ങളിൽ നിന്നും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ബോധപൂർവം പരിശ്രമിക്കേണ്ടതുണ്ട്. അത് ശരീരത്തിൻ്റെ അടുപ്പത്തിലൂടെയാണ് സാധിക്കുക എന്ന് സഭാ പഠനങ്ങളിൽ, പ്രബോധനങ്ങളിൽ വളരെ ശക്തമായി സഭാപിതാക്കന്മാർ, പരിശുദ്ധ പിതാക്കന്മാർ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏക ശരീരമാകാൻ വിളിക്കപ്പെട്ടവരാണ്. അത് ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെ തന്നെയാണ്, അതിന് മാറ്റമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് മാസ്ക് ധരിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കൊറോണ കാലഘട്ടത്തിൽ മാസ്ക് ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറയ്ക്കുക എന്നതിനർത്ഥമുണ്ട്. മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ സൂക്ഷിക്കുക എന്നുള്ളതുണ്ട്. നമുക്ക് മറച്ചു വയ്ക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ആദി മാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് നമ്മൾ പാപാനന്തര ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും, അവർ തങ്ങളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറയ്ക്കാൻ തുടങ്ങി. അവർ നാണം തോന്നിയപ്പോൾ അത്തി ഇലകൾ കൊണ്ട് വസ്ത്രം ഉണ്ടാക്കി അവർ നാണം മറച്ച് പരസ്പരം മറച്ചു. ഇനിയും രണ്ടാമത് ചെയ്തത് എന്താണ്? അവർ ദൈവത്തിൽ നിന്നും തങ്ങളെ തന്നെ മറച്ചു. കണ്ടോ, രണ്ട് തരത്തിലുള്ള മറയ്ക്കൽ അനുഭവങ്ങൾ അവർക്കുണ്ടായി. ഒന്നാമതായിട്ട് അവർ പരസ്പരം മറച്ചു, രണ്ട് അവർ ദൈവത്തിൽ നിന്നും മറഞ്ഞിരുന്നു. ഈ രണ്ട് മറയ്ക്കലുകളുടെയും അനന്തരഫലം എന്താണ്? അവരുടെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അവർ രണ്ടുപേരുടെയും തമ്മിലുള്ള പരസ്പര ഐക്യം നഷ്ടപ്പെടുന്നുണ്ട്, ദൈവത്തോടുള്ള കൂട്ടായ്മയെ നഷ്ടപ്പെടുന്നുണ്ട്. ദൈവത്തോടുള്ള കൂട്ടായ്മയെക്കുറിച്ച് വളരെ വ്യക്തമായി അവിടെ വചനം പറയുന്നുണ്ട്. ദൈവം അവരോട് കൂടി ഉദ്യാനത്തിൽ ഉലാത്തിയിരുന്നു. ആ
കൂട്ടായ്മയുടെ അനുഭവം, ആ സ്നേഹത്തിൻ്റെ അനുഭവം അവർക്ക് അന്യമായി തീർന്നു. അവരൊരുമിച്ച് ദൈവവുമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്നവരാണ്. പക്ഷേ ദൈവം അവരെ അന്വേഷിച്ച് എത്തുമ്പോൾ അവർ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അവർ ഒളിച്ചിരിക്കാൻ വേണ്ടി ഇടയായി. മറച്ചു പിടിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറച്ചു പിടിക്കാനുള്ള ഒരു സാധ്യത ഈ ദാമ്പത്യ ബന്ധങ്ങളിൽ നിന്ന് കൂടി വരികയാണ്. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്, ബിഫോർ ഹൂം ഐ ക്യാൻ ബി നേക്കഡ് എന്നുള്ള ഒരു വാക്യം. അതായത് ആരുടെ മുമ്പിലാണോ എനിക്ക് എന്നെ തന്നെ പൂർണ്ണമായി തുറന്നു വയ്ക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ, എൻ്റെ കുറവുകളും എൻ്റെ പോരായ്മകളും എൻ്റെ കുഴപ്പങ്ങളും ഞാൻ പറയുമ്പോൾ കുറ്റപ്പെടുത്താതെ എന്നെ അംഗീകരിക്കുന്ന ഒരാൾ, അതാണ് എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്, എൻ്റെ സുഹൃത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സൗഹൃദത്തിന് അങ്ങനെ ഒരു നിർവചനമുണ്ട്. ദാമ്പത്യ സൗഹൃദം, മാരിറ്റൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രിയമുള്ള സഹോദരൻ, ദാമ്പത്യ ബന്ധത്തിൻ്റെ മേഖലകളിൽ ഈ സൗഹൃദം എന്ന് പറയുന്ന കാര്യം ഇന്ന് വളരെയധികം ചലഞ്ച് ചെയ്യപ്പെടുകയാണ്, വളരെയധികം വെല്ലുവിളി നേരിടുകയാണ്. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ കാര്യത്തിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. ദാമ്പത്യ സൗഹൃദം എന്ന് പറയുന്നത് അത് അനുദിനം ക്രമേണ വളർന്നു വരേണ്ട ഒരു കാര്യമാണ്. അത് ദാമ്പത്യ ബന്ധം ആരംഭിക്കുന്ന നിമിഷത്തിൽ പൂർണ്ണതയിൽ ഉണ്ടാകില്ല എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്നേഹത്തിൻ്റെ ആനന്ദം എന്ന പ്രബോധനത്തിൽ പറയുകയാണ്. അത് ഇംപെർഫെക്റ്റ് ആണ്. ഒരു ബന്ധത്തിലും, ഒരു ദാമ്പത്യ ബന്ധത്തിലും, ഒരു കുടുംബ ബന്ധത്തിലും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ആദ്യം നമുക്ക് ഈ സ്നേഹത്തെ കണ്ടെത്താൻ സാധിക്കില്ല എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതെല്ലാം ഇംപെർഫെക്റ്റ് ആണ്, അതെല്ലാം കുറവുകളുള്ളതാണ്. പക്ഷേ ആ കുറവുകളെ പരിഹരിച്ചുകൊണ്ട് ക്രമേണ മുൻപോട്ട് നീങ്ങുന്നതാണ് ദാമ്പത്യ ബന്ധത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. ഈ പെർഫെക്റ്റ് അല്ലാത്ത ബന്ധത്തെ എങ്ങനെ പെർഫെക്റ്റ് ആക്കി മാറ്റാം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ പറയുന്നുണ്ട്. പരിപൂർണതയില്ലാത്ത സ്നേഹത്തെ എങ്ങനെ പരിപൂർണമാക്കി മാറ്റാം? ചെറിയ ചെറിയ പ്രവർത്തികളിലൂടെയാണ്. അതായത് നമ്മളുടെ കുടുംബത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന, പരസ്പരം സ്നേഹിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തുന്ന ചെറിയ ചെറിയ സമീപനങ്ങളും പ്രവർത്തന ശൈലികളുമാണ് ഈ സ്നേഹബന്ധത്തെ വളർത്തുക. അപ്പോൾ നമ്മുടെ ഇടയിൽ ചെറിയ ചെറിയ സ്നേഹപ്രവർത്തികൾ അപ്രത്യക്ഷമാകുന്നതിലൂടെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ക്രമേണ ഈ സ്നേഹത്തിൻ്റെ ചൈതന്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. എന്ന് പറഞ്ഞാൽ കുടുംബജീവിതം ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന അപൂർണമായ സ്നേഹം ക്രമേണ കെട്ടടങ്ങി പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് പകരം സംഭവിക്കേണ്ടത് എന്തായിരുന്നു? സംഭവിക്കേണ്ടത് കുടുംബ ബന്ധങ്ങളിൽ ഈ സ്നേഹം വർദ്ധിച്ച് വർദ്ധിച്ച് പരിപൂർണത പ്രാപിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ തുടക്കത്തിലെ സ്നേഹം അത് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് കെട്ടടങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു എന്നുള്ള ദാരുണമായ അവസ്ഥയുണ്ട്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. പലപ്പോഴും നമ്മളുടെ ചിന്ത എന്താണ്? സ്നേഹം അതിൻ്റെ ആരംഭത്തിൽ പൂർണ്ണമാണ്, അതിൻ്റെ ദാമ്പത്യ ബന്ധത്തിൻ്റെ കുടുംബജീവിതം ആരംഭിച്ച സമയത്ത് പൂർണ്ണമാണെന്നാണ്. പക്ഷെ അങ്ങനെ അല്ല എന്ന് പറയുമ്പോൾ ചില അനുഭവങ്ങളെങ്കിലും ചിലരുടെ മനസ്സിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപൂർണമായ സ്നേഹമായിരുന്നു അവരുടേത് എന്ന് പറയുന്ന മേഖലകൾ, അവരുടെ സ്നേഹം അപൂർണമായിരുന്നു, ആദ്യ കാലഘട്ടങ്ങളിൽ അപൂർണമായിരുന്നു എന്ന് പറയുന്ന മേഖലകൾ. അപ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാം. അപൂർണമാണ് എന്ന് പറയുന്നത് കൊണ്ട് അത് അസത്യമാണ് എന്നില്ല എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്. വാക്കുകൾ ശ്രദ്ധിക്കണം. അപൂർണമാണ് എന്ന് പറയുന്നത് കൊണ്ട് അസത്യമാണ് എന്നില്ല. അതായത് ദാമ്പത്യ ബന്ധത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ചിലർ തിരിച്ചറിയുകയാണ്, കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ വ്യക്തി എന്നെ സ്നേഹിച്ചത് അപൂർണമായിട്ടാണ്. അപ്പോൾ അപൂർണമായ സ്നേഹമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യും? ആ വ്യക്തി പറയും, ഇത്രയും നാൾ എന്നെ ചതിക്കുകയായിരുന്നു, ഇത്രയും നാൾ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ, ഇത്രയും നാൾ എന്നെ സ്നേഹിക്കുന്നുവെന്ന് വെറുതെ പറയുകയല്ലായിരുന്നോ, എന്നെ കബളിപ്പിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ ആ കബളിപ്പേര്, ആ ചതി ഒരിക്കലും ക്ഷമിക്കുകയില്ല. മനസ്സിലായോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങളിൽ പലരും ക്ഷമിക്കാതിരിക്കുന്നതിന് കാരണം അപൂർണമായ സ്നേഹം അസത്യമാണെന്ന് തെറ്റിദ്ധരിച്ചതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം അപൂർണമായിരുന്നു എന്നേ ഉള്ളൂ, അസത്യമായിരുന്നു എന്നില്ല. ഇറ്റ് വാസ് എ ട്രൂ ജെനുവിൻ ലവ്. അതൊരു സത്യത്തിലുള്ള സ്നേഹമായിരുന്നു, യഥാർത്ഥ സ്നേഹമായിരുന്നു. പക്ഷെ അത് അവരുടെ ആ കാലഘട്ടത്തിൻ്റെ അറിവിനും കഴിവിനും പരിമിതിക്കും അനുസരിച്ച് അപൂർണമായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം അതുകൊണ്ട് അപൂർണ സ്നേഹത്തെ പരിപൂർണമാക്കുന്നതിന് പകരം അപൂർണ സ്നേഹത്തിൻ്റെ ഉള്ളിൽ വഞ്ചനയുണ്ട് എന്ന് പറഞ്ഞ് അതിനെ തല്ലിക്കെടുത്തുന്ന അവസ്ഥകളും നിലനിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ബന്ധത്തിൻ്റെ ഒരു ഡൈനാമിസം, ഒരു പ്രായോഗികമായ രീതിയിലുള്ള കൊടുക്കൽ വാങ്ങലിലൂടെയുള്ള വളർത്തൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വളരേണ്ടതുണ്ട്. അതിന് പകരം പരസ്പരം മറപിടിച്ച്, പരസ്പരം വെളിപ്പെടുത്താതെ, പരസ്പരം പകർന്നു കൊടുക്കാതെ, പരസ്പരം സ്നേഹിക്കാതെ, പരസ്പരം പിടിച്ചു വെച്ച് ജീവിച്ചു കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകും. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, മാസ്ക് ധരിച്ച് പലരും
ജീവിക്കുന്നു എന്നുള്ളതാണ്. പലരും പലതും വെളിപ്പെടുത്തുന്നില്ല. ഞാനിത് പറഞ്ഞാൽ മനസ്സിലാക്കുമോ എന്നുള്ള ഭയം, ഞാനിത് പറഞ്ഞാൽ കുറ്റപ്പെടുത്തപ്പെടുമോ എന്നുള്ള ചിന്ത, ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറയുമെന്നുള്ള മനോഭാവം, അതുകൊണ്ട് ഞാനിത് പറയുന്നില്ല എന്ന് പറഞ്ഞ് കുടുംബ ബന്ധങ്ങളിൽ പരസ്പരം മറച്ചു പിടിച്ചും കബളിപ്പിച്ചും ജീവിക്കേണ്ടതായിട്ട് വരുന്നു. അത് കുടുംബജീവിതത്തെ ശിഥിലമാക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം കൈ കഴുകുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യമായിരുന്നു നമ്മുടെ കൈകൾ കഴുകി സൂക്ഷിക്കുക എന്നുള്ളത്. കാരണം വ്യക്തിപരമായ ശുചിത്വമായിരുന്നു നമ്മുടെ ആരോഗ്യത്തിൻ്റെ മേഖലയിൽ പ്രധാനപ്പെട്ടത്. കുടുംബത്തിൻ്റെ ചിത്രം എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന് പരസ്പരം കൈ കഴുകി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതായത് ഒരു കൊളേജിയാലിറ്റി, ഒരു കൂട്ടായ്മയിലുള്ള പ്രവർത്തനം, പരസ്പരമുള്ള ഐക്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം സാധ്യമാകേണ്ട ഇടമാണ് കുടുംബ ബന്ധം. അതിന് പകരം ഞാൻ എൻ്റെ കാര്യം ചെയ്തു, നീ നിൻ്റെ കാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പഴിചാരുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ്. നമ്മൾ ആദ്യ മാതാപിതാക്കന്മാരുടെ ആദത്തിൻ്റെ ഹവ്വായുടെയും ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും, പാപാനന്തരമുള്ള അവരുടെ ജീവിതത്തിൽ അവർ പരസ്പരം പഴിചാരി ജീവിക്കുന്നവരായി മാറി. പ്രത്യേകിച്ച് ആദം ഹവ്വായെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതാണ് ഈ കൈ കഴുകുക എന്ന് പറയുന്നത്. എൻ്റെ ഉത്തരവാദിത്വമല്ല. ദൈവമായ കർത്താവ് അവനോട് ചോദിച്ചു, നീ പാപം ചെയ്തോ, നീ അരുതാത്തത് ഭക്ഷിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത്, ഈ സ്ത്രീയാണ് എന്നെ വഞ്ചിച്ചത് എന്ന് പറയുകയാണ്. സ്ത്രീ പറയുന്നത് സർപ്പം എന്നെ വഞ്ചിച്ചെന്ന് പറയുകയാണ്. അപ്പം അതായത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. അതായത് ഒരു കാര്യം ചെയ്തതിൻ്റെ പിന്നിൽ രണ്ടുപേർക്കും തുല്യ ഉത്തരവാദിത്തമാണുള്ളത്. പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തിൽ ഒരു പുരുഷനും ഒരു സ്ത്രീക്കും ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ തുല്യ ഉത്തരവാദിത്വമുണ്ട്. അത് മക്കളുടെ കാര്യത്തിലാണെങ്കിലും ശരി, സമ്പത്തിൻ്റെ കാര്യത്തിലായാലും ശരി, കുടുംബജീവിതം മുമ്പോട്ട് നയിക്കുന്ന ഏത് കാര്യത്തിലാണെങ്കിലും ശരി, തുല്യ ഉത്തരവാദിത്തമാണുള്ളത്. അതായത് തുല്യ അവകാശവും ഉത്തരവാദിത്വവും കുടുംബജീവിതത്തിൽ ബന്ധങ്ങളിൽ ഉണ്ട്. പക്ഷേ ഇന്ന് പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ കുഴപ്പം കൊണ്ടല്ല, മറ്റൊരാളുടെ കുഴപ്പം കൊണ്ട്, അവരുടെ കുറവ് കൊണ്ട്, അവരുടെ പിടിപ്പുകേട് കൊണ്ട്, അവരുടെ പരിമിതി കൊണ്ട് എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് ഇങ്ങനെ സംഭവിച്ചു, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിപ്പോയി എന്ന് പറയുകയാണ്. അതായത് കൈ കഴുകി ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണത കുടുംബ ബന്ധത്തെ ശിഥിലീകരിക്കുന്നു. കുറ്റപ്പെടുത്തലിൻ്റെ വാക്കുകൾ കുടുംബ ബന്ധത്തെ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാര്യം ഈ പാൻഡമിക്, ഈ പകർച്ചവ്യാധി, അത് ആരോഗ്യ മേഖലയിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത് കൈ കഴുകി ജീവിക്കണമെന്നുള്ളതായിരുന്നു. പക്ഷേ ദാമ്പത്യ ജീവിതത്തിൽ കൈ കഴുകി ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. രണ്ടുപേർക്കും ഒരേ ഉത്തരവാദിത്തമാണുള്ളത്, ഒരു കൊളേജിയാലിറ്റിയാണുള്ളത്, ഒരു കൂട്ടായ്മയാണുള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നാലാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് യാത്രകൾ റെസ്ട്രിക്റ്റഡ് ആവുന്നു എന്നുള്ളത്. യാത്രകൾ പരിമിതമാകുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഭർത്താവിന് ഭാര്യയുടെ വീട്ടിൽ പോകാൻ താല്പര്യമില്ലാതാകുന്നു. കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ പോയതിൻ്റെ തീഷ്ണത പിന്നീട് ദാമ്പത്യ ബന്ധത്തിൽ മുമ്പോട്ട് പോകുമ്പോഴില്ല. ഇന്ന് പലയിടങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ഒരു പരാതിയാണിത്. ദാമ്പത്യ ബന്ധത്തിൻ്റെ മേഖലകളിൽ ബന്ധം വളരണമെങ്കിൽ അത് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് വളരേണ്ടത്. ഒരുപക്ഷെ രണ്ട് വ്യക്തികളെ നമ്മൾ മുമ്പിൽ നിർത്തിക്കൊണ്ട് രണ്ട് കുടുംബങ്ങളുടെ ഇഴയെടുപ്പമാണ് വർദ്ധിപ്പിക്കുന്നത്. ഉടുമ്പാവും നെയ്തെടുക്കേണ്ട ബന്ധങ്ങൾ നെയ്തെടുക്കേണ്ട മേഖലകളിൽ നിന്ന് ഒരാൾ പിൻവലിഞ്ഞാൽ ഇഴയടുപ്പങ്ങൾ ഉണ്ടാവുകയില്ല, കണ്ണികളുടെ അകൽച്ചയാണ്, ബന്ധങ്ങളുടെ തകർച്ചയാണ് ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, അതൊക്കെ നമ്മുടെ കുടുംബ ജീവിത പശ്ചാത്തലങ്ങളിൽ പരസ്പരമുള്ള കൂട്ടായ്മകളിൽ കുറവ് വന്നിട്ട് സംഭവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. യാത്രകൾ തുടരുക എന്നതാണ് നമ്മളുടെ കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത്. പരസ്പരം കണ്ടുമുട്ടലുകളുടെ എണ്ണം കൂട്ടുക. കുടുംബ ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളുടെ മേഖലകൾ ദൃഢപ്പെടാൻ കുടുംബ ബന്ധങ്ങളെ ദൃഢപ്പെടുത്തുക. ബന്ധുക്കളും സ്നേഹിതരും ദാമ്പത്യ ബന്ധത്തിൽ അനിവാര്യ ഘടകങ്ങളാണ് എന്ന്, പ്രത്യേകിച്ച് സൗഹൃദം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ആശീർവാദ പ്രാർത്ഥനയിൽ സിറോ മലബാർ സഭയുടെ കുർബാനക്രമത്തിൻ്റെ ദാമ്പത്യ വിവാഹ ജീവിത കുദാശക്രമത്തിൻ്റെ അവസാന പ്രാർത്ഥനയിലുണ്ട്. കർത്താവ് നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളെ നൽകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, രക്തബന്ധങ്ങൾ ദൃഢപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. യാത്രകൾ പരിമിതപ്പെടുത്തരുത്, സ്വകാര്യതയിലേക്ക് ഒഴിഞ്ഞു മാറിയിരിക്കരുത്, ബന്ധങ്ങൾ കൂടുതൽ വളരട്ടെ. പ്രിയമുള്ളവരെ, ഈ 4 കാര്യങ്ങൾ നമുക്ക് ചിരപരിചിതമായ 4 കാര്യങ്ങളാണ്. അത് കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവന്നാലുണ്ടാകുന്ന അപകടങ്ങളെയാണ് നമ്മൾ ഈ വചന വായനയിലൂടെ ധ്യാനിച്ചത്. നിങ്ങൾ ഏക ശരീരമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. സൃഷ്ടാവ് നിങ്ങളെ അതിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.